വിശദമായി നോക്കാം. അസംതൃപ്തനായ കെ.വി. തോമസിനെ പാളയത്തിലെത്തിക്കാൻ ബി.ജെ.പി. നീക്കം നടക്കുന്നുണ്ട്. ഒരു വശത്ത് അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കെ.വി. തോമസിന്റെയും ചെന്നിത്തലയുടെയും ഒക്കെ പ്രതികരണങ്ങൾ ഈ കെ.വി. തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം വിശദമായ മറ്റ് വാർത്തകളിലേക്ക് എത്താം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചെറുതല്ല, വളരെ വലുതാണ്. അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നടക്കുന്ന ചർച്ച ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണല്ലോ. ഏതായാലും ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. തോമസ് മാഷെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സീനിയറായ പരിചയസമ്പന്നനായ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടി വിവിധ തലങ്ങളിൽ വിനിയോഗിക്കും. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഒരു വശത്ത് കെ.വി. തോമസ് ബി.ജെ.പിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് കെ.വി. തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വവും നിൽക്കുന്നു. ഇന്ന് സോണിയാഗാന്ധിയെ കണ്ട് തന്റെ അതൃപ്തി കെ.വി. തോമസ് അറിയിക്കും എന്നും നമുക്കറിയാം. എന്തൊക്കെയാണ് ഇപ്പോൾ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ? മനു, തീർച്ചയായും ഇന്ന് കെ.വി. തോമസിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി അരമണിക്കൂറോളമാണ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. കെ.വി. തോമസിന്റെ വസതിയിൽ അടച്ചിട്ട മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ പ്രതിഷേധം കെ.വി. തോമസ് രമേശ് ചെന്നിത്തലയെ അറിയിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി പറഞ്ഞില്ല? രാഹുൽ ഗാന്ധി, മുഗൾ വാസ്നിക് തുടങ്ങിയവർ കേരളത്തിലെത്തിയ സമയത്ത് പോലും പ്രചാരണം താൻ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുകൂലമായ മറുപടിയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടായത്. പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എറണാകുളം ജില്ലയിലെ MLA-മാരുടെ കത്തടക്കം വെച്ച് നീട്ടിക്കൊണ്ട് തന്നെ പുറത്താക്കാൻ ആസൂത്രിത ശ്രമം നടന്നു. തനിക്ക് സീറ്റില്ല എന്ന കാര്യം മുൻകൂട്ടി അറിയിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഹൈക്കമാൻഡ് വഴി ഒരു പ്രഖ്യാപനത്തിലൂടെ തികച്ചും മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞത്. അത് തന്നെ വഞ്ചിക്കുന്ന രീതിയാണ്, ഒട്ടും പ്രതീക്ഷിച്ചതല്ല. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും കെ.വി. തോമസ് രമേശ് ചെന്നിത്തല അറിയിച്ചു. MLA-മാർ പോലും തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നും അദ്ദേഹം അറിയിച്ചു. പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ളവരാണ് ഈ ഗൂഢാലോചനയുടെ മുൻപന്തിയിൽ നിന്നത് എന്നും കെ.വി. തോമസ് വിമർശിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങൾ KPCC-യിൽ നൽകാമെന്നാണ്. പക്ഷേ അത് UDF കൺവീനർ സ്ഥാനമാണോ KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമാണോ എന്ന കാര്യത്തിൽ ഇരുവരും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അത്തരം ഏതെങ്കിലും ഒരു സ്ഥാനം നൽകി കെ.വി. തോമസ് മാഷിനെ അനുനയിപ്പിക്കാം എന്നാണ് ഇപ്പോൾ KPCC നേതൃത്വം കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിന്റെ ഉത്തരവാദിത്വം കേരള ഘടകത്തിന് മാത്രമായിരിക്കും എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കേരള നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും. ഹൈബീഡനടക്കം പരാജയപ്പെട്ടാൽ പോലും അത് കേരള നേതൃത്വം വിശദീകരിക്കേണ്ടി വരും എന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തുക, പാർട്ടിക്കുള്ളിൽ എറണാകുളത്ത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിപരീത പ്രവർത്തനം നടത്താതിരിക്കുക, ഹൈബീഡനെ വിജയിപ്പിച്ചെടുക്കുക, അതിനാണ് ഇത്തരമൊരു അനുനയ നീക്കവുമായി രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് പോയി സ്ഥാനമാനങ്ങൾ വാങ്ങുന്നതിനോട് കെ.വി. തോമസിന് താല്പര്യമില്ല. അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരണം എന്നാവശ്യപ്പെടുന്നു. ഡൽഹിയിൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനം നൽകും എന്ന ചോദ്യമിരുന്ന് അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സീറ്റ്, നിലവിൽ വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ സീറ്റുകളിലൊന്നും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. ഇതിൽ വയനാട് സീറ്റിലടക്കം അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണമോ എന്ന കാര്യം പോലും ഇനിയും KPCC നേതൃത്വം ആലോചിക്കേണ്ടി വരും. കെ.വി. തോമസിനെ പിണക്കിയാൽ അത് സ്വാഭാവികമായും കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഒന്നടങ്കം കോൺഗ്രസിനെ എതിരാക്കി മാറ്റും. ഈ സഭകൾക്കിടയിൽ, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് കെ.വി. തോമസ്. കേരളത്തിൽ മാത്രമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ കൂടിയാണ് കെ.വി. തോമസ്. അങ്ങനെ ഒരാളെ ഒഴിവാക്കുക, സീറ്റിൽ നിന്ന് ഒഴിവാക്കുക, അദ്ദേഹം അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നത് ഹൈക്കമാൻഡിന് വലിയ തലവേദനയായിട്ടുണ്ട്. KPCC നേതൃത്വത്തോട് പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ അനുനയ നീക്കങ്ങളൊക്കെ പാളിയിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. അതായത് കെ.വി. തോമസ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ചു, എന്തിനാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ എന്റെ മുന്നിൽ കളിക്കുന്നത്, യാതൊരുവിധ ഓഫറുകളും എന്റെ മുന്നിലേക്ക് നീട്ടണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്ന രീതിയിലായിരുന്നു സംസാരം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ
ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടായിരുന്നു കെ വി തോമസിന് സീറ്റ് നൽകാൻ. പക്ഷേ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തത് കൊണ്ടാണ് ആ സീറ്റ് നൽകാതിരുന്നത്. അപ്പോൾ ഇനി അന്നേരം എതിർത്തിട്ട് ഇനി ഇത്തരത്തിലുള്ള നാടകവുമായി എന്റെ മുന്നിലേക്ക് വരണ്ട എന്ന സന്ദേശമാണോ അവിടെ കെ വി തോമസ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുന്നത്? തീർച്ചയായും കെ വി തോമസ് രാവിലെ തന്നെ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച ആരംഭിച്ചപ്പോൾ തന്നെ അത്തരമൊരു വിവരം പുറത്തു വന്നിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ആസൂത്രിതമായി AI ഗ്രൂപ്പുകൾ ഗൂഢാലോചന നടത്തിയാണ് പുറത്താക്കിയത്. സോ അതിൻ്റെ ഒരു എതിർപ്പാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും വിഭാഗവും ഇതിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. VD സതീശൻ എറണാകുളത്ത് നിന്ന് ഇതിനായി ചരട് വലിച്ചു എന്ന് കെ വി തോമസ് മാഷിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല നീട്ടു വന്നപ്പോൾ ആ എതിർപ്പ് മുഴുവൻ അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹം എന്ന് പറയുന്ന വിവരങ്ങൾ പോലും അത് ശരിയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് നൽകിയിരിക്കുന്നത് വിഭാഗമാണ്. എന്നിട്ടാണ് വിഭാഗം ഇത്തരമൊരു നാടകമായി വീണ്ടും രമേശ് ചെന്നിത്തലയെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ അയച്ചത്. ആ എതിർപ്പ് എന്തായാലും കെ വി തോമസ് കാണിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിനെ പോലും ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ നടത്തിയ നീക്കങ്ങൾ അത്ര വേഗം മറക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനി ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നാണ് രമേശ് ചെന്നിത്തലയുമായുള്ള കെ വി തോമസിന്റെ സംഭാഷണം മനസ്സിലാക്കുമ്പോൾ കഴിയുന്നത്. അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയാൽ അത് എറണാകുളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനി ഹൈക്കമാൻഡ് മുന്നിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇദ്ദേഹം അതിൻ്റെ എല്ലാവിധ എതിർപ്പുകളും രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ പ്രകടമാക്കിയത്. തിരിച്ച് പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തല തൻ്റെ ചർച്ച വിജയത്തിൽ എത്തിയോ എന്ന് പോലും പറയാത്തത്, അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കെ വി തോമസ് മാഷിൻ്റെ എല്ലാ ദേഷ്യവും രമേശ് ചെന്നിത്തല ഏറ്റുവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് തിരിച്ചിറങ്ങുമ്പോൾ കെ വി തോമസ് വലിയ പ്രമുഖനായ നേതാവാണെന്നും അദ്ദേഹത്തെ KPCC വിവിധ തലങ്ങളിൽ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ പോലും ഇതൊക്കെ രമേശ് ചെന്നിത്തല പുറത്തു പറയുന്നുണ്ട്. അതായത് കെ വി തോമസ് വലിയ നേതാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഇതൊന്നും കെ വി തോമസിനെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് അറിയാൻ കഴിയും. നിങ്ങൾ എന്തിന് പരസ്യമായി രഹസ്യമായി നിങ്ങൾ അത്തരത്തിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നാടകം എന്തിന് കളിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അന്തരീക്ഷത്തിൽ മറ്റു ചില സൂചനകൾ തങ്ങി നിൽക്കുന്നു. BJPയുമായി ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ BJP നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നിൽക്കുന്നു. ഒരു ചെറിയ സീറ്റ് വിഷയം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു നാണക്കേടിന്റെ വക്കിലേക്ക്, അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം വീഴുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് കോൺഗ്രസ് നേതൃത്വം വിഭാഗം കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതല്ല പ്രശ്നം. അതിനേക്കാൾ വലിയ രൂക്ഷമായ നീക്കങ്ങൾ കെ വി തോമസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് BJPയിൽ നടക്കുന്നു. ഇന്നലെ രാത്രി കെ വി തോമസിനെ പുറത്താക്കുകയും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത സമയത്തു തന്നെ BJP അദ്ദേഹത്തെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. രണ്ട് പ്രമുഖരായ BJP നേതാക്കൾ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി കെ വി തോമസിന്റെ ഈ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് ഇവരും സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം പ്രമുഖരായ BJP നേതാക്കൾ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള BJP നേതാക്കൾ കെ വി തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. എന്നാൽ അദ്ദേഹം അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. എറണാകുളത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പോലും NDA അതിനെ പിന്തുണയ്ക്കാം എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം. സന്തോഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KJ ജേക്കബ് അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ KJ ജേക്കബ്, എന്താണ് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അനുനയ നീക്കവുമായി ചെന്ന രമേശ് ചെന്നിത്തലയോട് കെ വി തോമസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തിനീ നാടകം എന്റെ മുന്നിൽ നിങ്ങൾ കളിക്കുന്നു എന്നാണ് കെ വി തോമസ് ചെന്നിത്തലയോട് ചോദിച്ചത്. ഒപ്പം അന്തരീക്ഷത്തിൽ BJP നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചു, അദ്ദേഹത്തോട് ഫോണിലടക്കം സംസാരിച്ചു എന്ന സൂചനകളൊക്കെ തങ്ങി നിൽക്കുന്നു. കൂട്ടി വായിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്? എനിക്കിന്നത് കൂട്ടി വായിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ തോമസ് മാഷ് പറഞ്ഞത് തന്നെയാണ് ഞാൻ എന്റെ അടുത്ത് വായിക്കും. അദ്ദേഹം ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനോട് സീറ്റ് ഇല്ലെങ്കിൽ ആ കാര്യം ലിസ്റ്റ് വരുമ്പോഴല്ല പറയേണ്ടത്. അത് അദ്ദേഹത്തോട് നേരിട്ട് വിളിച്ചു കൂട്ടി എങ്ങനെയാണ് 72 വയസ്സെന്ന് പറഞ്ഞാൽ ഭീകരമായ വയസ്സൊന്നുമല്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം
കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല. അത്തരം ഒരു വസ്തുത വന്നു കഴിയുമ്പോൾ ആരായാലും ഒന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടായിരിക്കണം ഇന്നലെ അദ്ദേഹം അമ്മാതിരി വർത്തമാനമൊക്കെ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് പ്രൊഫസർ കെ വി തോമസ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം നടത്തും എന്നുള്ള തോന്നൽ എനിക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അനുനയ നീക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇത് അതിനു മുമ്പേ ചെയ്യേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ ലിസ്റ്റിൽ ആരാ ഉള്ളത് എന്നുള്ള കാര്യം. അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് കെ വി തോമസിനോട് പറയാവുന്ന കാര്യമുള്ളൂ, മാഷെ ഇപ്രാവശ്യം ഇല്ല കേട്ടോ എന്നുള്ള കാര്യം. കാരണം ഈ കെ വി തോമസിന് 2009 സീറ്റ് കിട്ടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടുന്നത്. അതും അദ്ദേഹം അന്ന് ഹൈബി ഈഡനായിരിക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി എന്ന് പലരും ഉറപ്പിച്ച് ഹൈബി ഈഡൻ അടക്കം ഉറപ്പിച്ചപ്പോഴാണ് കെ വി തോമസിന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. അപ്പം സ്ഥാനാർത്ഥിത്വം കിട്ടുക മാറുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത്, മാറ്റി നിർത്താനാണ് തീരുമാനം എന്നുള്ള കാര്യം പത്രങ്ങൾ പറഞ്ഞു, ടി വി പറഞ്ഞു അല്ല തോമസ് മാഷെ പോലെ ഒരാൾ അറിയേണ്ടത്. അദ്ദേഹത്തോട് വ്യക്തമായിട്ട് നേതൃത്വം തന്നെ പറയണം. ആ ദേഷ്യം അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ തൽക്കാലം എനിക്ക് വായിക്കാനൊന്നുമില്ല. ശ്രീ കെ ജെ ജേക്കബ്, അതായത് അവരുടെ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നമായി ഇത് അവസാനിക്കുമെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഈ കെ വി തോമസിന്റെ ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മനോഭാവം ഹൈബി ഈഡന്റെ സാധ്യതകളിലേക്ക് കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്തില്ലേ? ഇത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് ധാരണയില്ലാത്ത മനുഷ്യരാണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ബി ജെ പിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പലയിടത്തും പോകുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വഭാവ വൈചിത്രത്തെ കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്കാണ് ഈ പേടി. ഇത് എന്നുള്ള ഒരു സംഭവമാണ്. കോൺഗ്രസിൽ സീറ്റ് ലിസ്റ്റ് വരുമ്പോൾ കുറച്ച് പേര് പൊട്ടിത്തെറിക്കും, കുറച്ച് പേര് ബഹളം വെക്കും, കുറച്ച് പേര് പാർട്ടി വിടുന്ന പോലെ കാണിക്കും, കുറച്ച് നിസ്സഹകരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇലക്ഷന്റെ സമയം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ മിക്കവാറും നല്ല കോൺഗ്രസുകാരായിട്ട് വരാനാണ് സാധാരണഗതിയിൽ സാധ്യതയുള്ളത്. അതിനുള്ള സമയം അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഓഫ്കോഴ്സ് ശ്രീ കെ ജേക്കബ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് അത്രയും മുതിർന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഇന്നലെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ബി ജെ പി നേതാക്കൾ താങ്കളെ സമീപിച്ചല്ലോ, താങ്കൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന അർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് നിരവധി തവണ ചോദിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അതിനെ കൃത്യമായ രീതിയിൽ ഞാനൊരു ഒന്നാം തരം കോൺഗ്രസുകാരനാണ്, അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ കെ വി തോമസ് തയ്യാറായ സാഹചര്യം കണ്ടില്ല. അതുകൊണ്ടാണ് ഈ സംശയം ചോദിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണഗതിയിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു കോൺഗ്രസുകാരൻ്റെ അടുത്ത് ബി ജെ പി ചേരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഇറങ്ങിപ്പോടാൻ ഒരു മറുപടിയാണ്. അതല്ലാതെ മറ്റു മറുപടി സാധാരണ നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം എനിക്ക് എല്ലാ പാർട്ടികളും സുഹൃത്തുക്കളുണ്ട്, ഡൽഹി എന്റെ നാടാണ് എന്നൊക്കെ പറഞ്ഞ് വളച്ചു കെട്ടി വർത്തമാനമാണ് പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഒരു നെഫേരിയസ് പ്ലാൻ ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ ആ ഷോക്കിൽ നിന്ന് പറഞ്ഞ വർത്തമാനമാകാനാണ് അവിടെ എനിക്ക് ചില പിടിയുണ്ട് എന്നുള്ള മട്ടിൽ നേതൃത്വത്തെ ഒന്ന് വരട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇറങ്ങി നേരെ ബി ജെ പിയിൽ പോകുന്നുള്ള ഒരു തോന്നലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കില്ല. ശരി, അങ്ങനെയെങ്കിൽ ആ ഒരു വിരട്ടലിൽ നിന്ന് എന്തെങ്കിലും മറ്റ് നേതൃസ്ഥാനങ്ങളിലേക്ക് ആണല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഒരു ഗവർണർ ആകാം. കേന്ദ്ര സർക്കാരിന് 1500 പോസ്റ്റുകളുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, വിദ്യാഭ്യാസമുണ്ട്. വല്ല അംബാസഡറായിട്ടോ ഗവർണറായിട്ടോ ഒക്കെ അദ്ദേഹത്തിന് പോകാം. KPCC പ്രസിഡന്റ് ആകാം. ധാരാളം പോസ്റ്റുകളുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനുകൾ ധാരാളം ഉണ്ട്. അതിലൊക്കെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാം, പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യാം. അദ്ദേഹം 6 പ്രാവശ്യം MP ആയെന്ന് പറഞ്ഞാൽ ചെറിയ കഥയല്ല. അത് ജനങ്ങളുടെ പിന്തുണയുള്ള മനുഷ്യൻ തന്നെയാണ് പ്രൊഫസർ കെ വി തോമസ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തെ റീഹാബിലിറ്റി, പക്ഷെ അതൊക്കെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പൊട്ടിത്തെറി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാനിതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതായത് അവരുടെ ഈ കോൺഗ്രസിൽ സ്ഥിരമായി നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ കാണുന്ന ആ ഒരു ഗ്രൂപ്പ് ഡർട്ടി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ തുടർച്ചയായിട്ട് മാത്രം ഇതിനെ വായിച്ചാൽ മതി എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോഴത്തെ ഗ്രൂപ്പല്ല ഇതിനകത്ത്. മോശക്ക് അദ്ദേഹം തന്നെ പറയുന്ന പോലെ അദ്ദേഹത്തിന് വലിയ ഗ്രൂപ്പ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് അവിടെ പറയുന്നത് ഐ ഗ്രൂപ്പ് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ ഒരു വിലയിരുത്തൽ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു. ഇതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 പ്രാവശ്യം MP ആയിട്ടില്ല, പക്ഷെ ഇനി എനിക്ക് തന്നെ MP ആണെന്നൊക്കെ പറയുന്നത് മര്യാദകേടാണ്. മാത്രമല്ല ഇത് ചെറുപ്പക്കാരല്ലേ വരുന്നത്. ഹൈബിയറിനെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് പകരം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മാഷ് ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ സത്യത്തിൽ അത് എനിക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിനാണ് ഇത്രയധികം പൊട്ടിത്തെറിയുന്നത്. പക്ഷെ അതിന്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡീസന്റ് ആയിട്ട് ഈ കാര്യം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇത് കഴിഞ്ഞിട്ടല്ല ചെല്ലേണ്ടത്. അതാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്കായി പോയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ടില്ല, കാര്യങ്ങൾ കഴിഞ്ഞിട്ടല്ല അദ്ദേഹത്തോട് പോയി പറയേണ്ടത്. അതിനു മുമ്പാണ് അദ്ദേഹത്തോട് പറയേണ്ടത്.
അത് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, നാടകം എന്ന് പറഞ്ഞ കറക്റ്റാണ്. നേരത്തെ പോയി പറയേണ്ടതെന്ന് പറയും, ഇത് കഴിയുമ്പോൾ അനുനയിപ്പിക്കാൻ വേണ്ടി അതിനൊന്നും ആവശ്യമില്ല. ഇവരുടെ രമേശ് ചെന്നിത്തല മാത്രമല്ലല്ലോ കോൺഗ്രസ്, കെ വി തോമസും കൂടി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണല്ലോ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഹൈബീഡൻ വരുമ്പോൾ മറ്റൊരു തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കെ വി തോമസിനെ പോലെ ഒരാൾ സന്തോഷിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. മറ്റൊന്നുകൂടി കാണേണ്ടതുണ്ട്, അതായത് കെ വി തോമസിനെ പോലെ ഒരാൾ, അത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാൾ BJP-യിലേക്ക് പോകുന്നു എന്നൊരു ഊഹചർച്ച സൃഷ്ടിക്കാൻ ഇടയാക്കിയ സാഹചര്യത്തിൽ ഒരു പരിധിവരെ പങ്ക് അദ്ദേഹത്തിനും കൂടി ഉണ്ട് എന്നുകൂടി നമ്മൾ കരുതണ്ടേ? കാരണം താങ്കൾ തന്നെ പറഞ്ഞല്ലോ, അതാണ് അത് കറക്റ്റ്. അദ്ദേഹം അത് എനിക്കും ഞാനും ബന്ധപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിനകത്ത് ഇത്ര അടുപ്പമുള്ള ഒരാള് ടോം വടക്കനെ പോലെയല്ല, കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൂടെ നടന്ന് വോട്ട് ചോദിച്ചു പല പ്രാവശ്യം ജയിച്ച കോൺഗ്രസിന്റെ കേരളത്തിന്റെ മുഖങ്ങളിലൊന്നാണ്. അദ്ദേഹത്തോട് നിങ്ങൾ കോൺഗ്രസ് വിടുമെന്ന് ചോദിക്കുമ്പം എനിക്കറിയത്തില്ല, തീരുമാനിച്ചില്ല, അങ്ങനെ ഒരു മറുപടി സാധാരണ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അദ്ദേഹം അത് ആ കാര്യത്തിൽ കോൺഗ്രസ്സുകാരോട് അദ്ദേഹം ചെയ്തത് മര്യാദകളാണെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് നമ്മൾ ഈ സമീപകാലത്തെ വിഷയങ്ങളും ഇത്തരത്തിലുള്ള മനോഭാവങ്ങളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി പലരും സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ആദ്യം അങ്ങനെ ചോദിച്ചതും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതൊക്കെ വലിയ പാടാണ്. കാരണം കേരളത്തിലൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരളത്തിന് പുറത്ത് കോൺഗ്രസും BJP-യും മാത്രം രണ്ട് പാർട്ടികളായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടി മാറൽ എളുപ്പമുള്ള പരിപാടിയാണ്. കേരളത്തില് BJP ഒരു വലിയ ശക്തി അല്ലാത്തിടത്തോളം കാലം കോൺഗ്രസിലെയും കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെയും ഭാഗമായിരുന്ന ഒരാൾക്ക് പിന്നെ വളരെ എളുപ്പം BJP-യിലേക്ക് പോകാന്നുള്ളത് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് 100 വോട്ട് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു കോൺഗ്രസ്സുകാരും പോലും ഇതുവരെ BJP പോയിട്ട് നമുക്കറിയത്തില്ല. നമ്മൾ പോയതായിട്ട് കേൾക്കുന്നതൊക്കെ പിന്നെ ഈ ക്രീമി ലെയറിൽ വന്ന് നിൽക്കുന്ന കുറച്ച് പേരാണ്, കുറച്ച് കോൺഗ്രസ്സുകാരാണ് BJP-യിലോട്ട് പോകുന്നതായിട്ട് പോലും നമ്മൾ കേട്ടിരിക്കുന്നത്. കാരണം മനുഷ്യർക്ക് പുറത്തിറങ്ങിയ ആൾക്കാരോട് രാഷ്ട്രീയം പറയേണ്ടത് ഒരു ആവശ്യമുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട് പലരും. അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ നാട്ടുകാരുടെ മുമ്പിൽ കോൺഗ്രസ്സുകാരായിട്ട് അവതരിച്ച ആൾക്കാർ ആരും പോയതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കെ വി തോമസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഈ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ നേരെ ഇറങ്ങി BJP-യിലേക്ക് പോകുമെന്ന് തൽക്കാലം എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ് എന്ന് പറയാൻ എനിക്ക് പറ്റും. അതിന്റെ അർത്ഥം ആ ഒരു പ്രതികരണം തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതും. ചർച്ചകളൊക്കെ ആൾക്കാർക്ക് എന്തുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യാന്നുള്ളതല്ലാതെ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്തരം കുത്തിത്തിരിപ്പ് പോട്ടാക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതിപ്പോ ഏതായാലും ഉണ്ടാകും. അതിപ്പോ ഏത് രാഷ്ട്രീയക്കാരൻ ഇത്തരം പൊട്ടിത്തെറിച്ചാൽ അയാളോട് ഒരു BJP-യിലോട്ട് പോകുന്ന കേരളത്തിൽ ചോദിക്കും. അത് സംശയമില്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ ചർച്ച പോകുന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ജെ ജേക്കബ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും ദില്ലിയിലെ അനുനയ നീക്കങ്ങളൊക്കെ പാളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. രമേശ് ചെന്നിത്തല അനുനയ നീക്കവുമായി അദ്ദേഹത്തെ സന്ദർശിച്ച രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ വി തോമസ് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തിനാണ് ഈ പരസ്യമായി ഇത്തരത്തിലൊരു നാടകം എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യാതൊരു വിധത്തിലുള്ള ഓഫറുകളും എന്റെ മുന്നിൽ വയ്ക്കേണ്ടതില്ല എന്നാണ് കെ വി തോമസ് എന്ന 5 തവണ MLA-യും 2 തവണ MP-യുമായ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ വച്ചത്. താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന വികാരം തന്നെയാണ് ഇവിടെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സന്തോഷ് സർലിംഗ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഇവിടെ അതായത് ഇനിയിപ്പോൾ ഈ അനുനയ നീക്കങ്ങളൊക്കെ പാളുന്നു. മൻമോഹൻ സിംഗ് അടക്കം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പോലും കെ വി തോമസ് വഴങ്ങാത്തൊരു സാഹചര്യം നിൽക്കുകയാണെങ്കിൽ, ഈ ഹൈബീഡന്റെ സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ സഭയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ് കെ വി തോമസ്. അപ്പോൾ അത് ഇനി കോൺഗ്രസിന് മുന്നിൽ സൃഷ്ടിക്കുന്ന ഒരു വലിയ വെല്ലുവിളി കൂടി ബാക്കി നിൽക്കുന്നില്ലേ? മനു, കെ വി തോമസ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി തന്നെ കോൺഗ്രസിനെ സൃഷ്ടിക്കും. സീറ്റില്ല എന്നോ എന്തുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചില്ല എന്ന ചോദ്യം ഉന്നയിച്ച കെ വി തോമസ് രമേശ് ചെന്നിത്തലയോട് ഒരു കാര്യം കൂടി പറഞ്ഞത് ശ്രദ്ധേയമാണ്. MLA-മാർ ഗൂഢാലോചന നടത്തി, അതും എറണാകുളത്തെ MLA-മാർ. സ്വാഭാവികമായും അത് ആരൊക്കെയെന്ന് കെ വി തോമസിനെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പൊട്ടിത്തെറിച്ചപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിനിപ്പോൾ പകരമായി ഹൈക്കമാൻഡ് കെ വി തോമസിനെ അനുനയിപ്പിക്കാനായി ചില വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ കെ വി തോമസിന്
നിയമസഭാ സീറ്റ് നൽകും. ഹൈബി ഈഡൻ എറണാകുളത്ത് നിന്ന് ജയിച്ചാൽ സ്വാഭാവികമായും ഒഴിവരുന്ന എറണാകുളം നിയമസഭാ സീറ്റിലേക്ക് KV തോമസിനെ വിജയിപ്പിച്ച് കേരള നിയമസഭയിലേക്ക് അയക്കാം. അല്ല എങ്കിൽ AICC ജനറൽ സെക്രട്ടറി, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വാഗ്ദാനം, അതല്ല എങ്കിൽ UDF കൺവീനർ സ്ഥാനം, തുടർന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാനം KV തോമസിന് എടുക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു അനുനയ നീക്കം എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അനുകൂലമായോ പ്രതികൂലമായോ KV തോമസ് പ്രതികരിച്ചിട്ടില്ല. സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ്. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നീക്കത്തിന്റെ എതിർപ്പ് മുഴുവൻ KV തോമസ് സോണിയാഗാന്ധിയെ അറിയിക്കും. ഇത് രാവിലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. ഇനി KPCC നേതൃത്വവുമായോ ഗൂഢാലോചന നടത്തിയ മറ്റു നേതാക്കളുമായോ ചർച്ചയില്ല, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിലുമില്ല. അതിന്റെ പകരം ഹൈക്കമാൻഡുമായുള്ള ചർച്ച മാത്രമാണ് ഇനിയെന്നാണ് KV തോമസ് വ്യക്തമാക്കിയത്. അതാണ് കാണാൻ വന്ന രമേശ് ചെന്നിത്തലയോട് KV തോമസ് പൊട്ടിത്തെറിച്ചത്. അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിയിലോട്ട് പോകുമോ എന്ന ചോദ്യത്തോട് ഇന്നലെ പ്രതികരിക്കാത്ത KV തോമസ് ഇന്നും അത്തരത്തിലൊന്നും പ്രതികരിച്ചില്ല. ഇന്ന് രാവിലെ BJP നേതാക്കൾ അദ്ദേഹത്തെ കണ്ടുവെന്നും അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചുവെന്നും വാർത്ത വന്നിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും KV തോമസ് പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു കടുങ്കൈ നീക്കം എറണാകുളത്ത് നടത്തുമോ എന്നൊരു ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ സ്വാഭാവികമായും NDAയുടെ പിന്തുണ ആർജിക്കാൻ കഴിയും. എറണാകുളത്ത് വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജയസാധ്യത ഉണ്ടാകുമോ എന്ന് പറയാനാകില്ല. പക്ഷേ അത് UDF സ്ഥാനാർത്ഥിയുടെ ജയസാധ്യതയെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ KV തോമസിനെ അനുനയിപ്പിച്ചേ മതിയാവും. അതിനാണ് രമേശ് ചെന്നിത്തലയെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയോഗിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലുണ്ട്. KV തോമസുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോൾ സ്വന്തം വസതിയിലാണ്. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് വരുന്നു എന്നാണ് KPCC അധ്യക്ഷൻ അറിയിച്ചത്. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം നടത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും സോണിയാഗാന്ധിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചതിന് ശേഷമായിരിക്കും ഇനി KV തോമസിന്റെ തീരുമാനം. കേരള നേതാക്കളുമായുള്ള ബന്ധം അദ്ദേഹം എന്തായാലും ഇനി അത്ര നല്ല സുഗമമായ രീതിയിലായിരിക്കില്ല. കേരള നേതാക്കൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലേക്കുള്ള പൊട്ടിത്തെറി തന്നെ അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ നടത്തുകയും ചെയ്തു. ചതിയാണ് ചെയ്തതെന്നാണ് രമേശ് ചെന്നിത്തലയെ KV അറിയിച്ചത്. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. അനുനയ നീക്കവുമായി തന്റെ മുന്നിലെത്തിയ രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ചിരിക്കുന്നു KV തോമസ്. ഇമാതിരി നാടകവുമായി മേലാൽ തന്റെ മുന്നിൽ എത്തിയേക്കരുത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും ചെന്നിത്തലയുടെയും അനുനയ നീക്കങ്ങൾ പാളിയിരിക്കുന്നു. എന്തായിരിക്കും KV തോമസിന്റെ നിലപാട് ഇനി എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ BJPയുടെ നേതാക്കൾ അവിടെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അങ്ങനെ സജീവ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ദില്ലി ഇപ്പോൾ. KV തോമസ് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. കോൺഗ്രസിലെ സമുന്നതനായ നേതാവാണ് KV തോമസ്. ഉന്നത പദവികൾ വഹിച്ചുകൊണ്ട് പാർട്ടിയിൽ തന്നെ KV തോമസ് നിൽക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളതെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. KV തോമസ് വളരെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിന് എന്നും സഹായിയായി നിന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രയോജനകരമായ പ്രവർത്തന രംഗത്തുണ്ടാകും. അങ്ങനെ വളരെയേറെ സംഭാവനകൾ കോൺഗ്രസിനും നാടിനും നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നും കോൺഗ്രസിനോട് ഒപ്പമായിരിക്കും. അദ്ദേഹത്തെ ഒരു വിധത്തിലും പിന്നെ അവഹേളിക്കാനോ ഒന്നും ആരും തയ്യാറാകത്തില്ല. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് കിട്ടും. യഥാർത്ഥത്തിൽ ഒരു സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുള്ളൂ. മറ്റു മൂന്നും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റ് നൽകിയതിനെതിരെ കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് 18 DCC അംഗങ്ങളുടെ നിവേദനം. വിവരങ്ങളുമായി സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, കാസർഗോഡ് സീറ്റ് അപ്രതീക്ഷിതമായി രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണോ കാസർഗോഡ് പാർട്ടി നേതൃത്വത്തിൽ അരങ്ങേറുന്നത്? DCC പ്രസിഡന്റിനെ മാറ്റണം എന്ന ആവശ്യവുമായി നിവേദനം വരെ അയക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ ഇപ്പോഴത്തെ സാഹചര്യം? മനു, ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അപ്രതീക്ഷിതമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത്.
ഈ സമയത്ത് DCC ഓഫീസില് UDFന്റെ ജില്ലാ നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. DCC ഭാരവാഹികളുണ്ടായിരുന്നു. സുബ്ബയ്യ റൈ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സുബ്ബയ്യ റൈ ഉണ്ടായിരുന്നു. മുൻ DCC പ്രസിഡന്റും മുൻ കാസർഗോഡ് MP ഒക്കെ ആയിരുന്ന ഐറാം റൈയുടെ മകനാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പരിഗണിച്ചിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ഇത്തവണയും സീറ്റ് കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് മോഹിപ്പിച്ചിരുന്നു. അവസാന നിമിഷം വരെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹത്തിന്റെ പേരാണ് പരിഗണിച്ചിരുന്നത്. പെരിയ ബാലകൃഷ്ണൻ, അബ്ദുള്ള കുട്ടി, PC വിഷ്ണുനാഥ് തുടങ്ങിയവരുടെ പേരുകളും TCPന്റെ പേരുകളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ ഒടുവിൽ അപ്രതീക്ഷിതമായ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ പേര് കാസർഗോഡ് DCCയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ആദ്യ അവസാനം വരെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം കാസർഗോഡ് എത്തിയതെന്ന് തന്നെ DCC നേതൃത്വം അങ്കലാപ്പിലാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ ഹൈക്കമാൻഡിന്റെ പ്രധാനമായും ഉയർന്നു വരുന്നത്, അതായത് ഈ കാസർഗോഡ് സുബ്ബയ്യ റൈ അടക്കമുള്ളവരുടെ പേരായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. അവർക്ക് വിജയസാധ്യത ഇല്ല എന്ന രീതിയിൽ KPCC നേതൃത്വത്തെ DCC പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം എന്ന രീതിയിലുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ ഉയർന്നു വരുന്നത്? അതാണ് മനു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് DCC നേതൃത്വം നിലവിലുള്ള ഹക്കീം കുന്നേൽ DCC പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൽ അദ്ദേഹം നോമിനേറ്റഡ് ആയിട്ട് വന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ നോമിനിയായിട്ട് DCC പ്രസിഡന്റാണ്. ഐ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അക്കാലത്ത് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഐ ഗ്രൂപ്പ് എന്ന് മാത്രമല്ല ആന്റണി എ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ തന്നെ ഒരു വിഭാഗം ഹക്കീമിന് എതിരായ ഒരു നിലപാട് തുടക്കം മുതലേ അദ്ദേഹം ചുമതലയേറ്റ ഘട്ടം മുതലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ തെറ്റായ ഫീഡിങ്സിന്റെ അദ്ദേഹത്തിന്റെ തെറ്റായ നിഗമനങ്ങളുടെയും അദ്ദേഹം നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സുബ്ബയ്യ റൈയെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ മറ്റു പലരെ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഹൈക്കമാൻഡ് കാസർഗോഡ് പാർട്ടി നേതൃത്വം. അപ്പൊ ഇതിലുള്ള പ്രതിഷേധമാണ്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ അംഗീകരിക്കേണ്ട സാഹചര്യം വന്നാലും DCC പ്രസിഡന്റിനെ മാറ്റണം എന്ന നിലയിലുള്ള ഒരു കരാറും ഈ തെരഞ്ഞെടുപ്പുമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു. KP സതീശചന്ദ്രനെ പോലുള്ള LDFന്റെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ഇവർക്കൊന്നും സാധിക്കില്ല എന്നൊരു വികാരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ളത്. അത് മാത്രമല്ല സുബ്ബയ്യ റൈ കടുത്ത പ്രതിഷേധത്തിലാണ്. അദ്ദേഹത്തെ വീണ്ടും ഉണ്ണാൻ ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന നിലയിലുള്ള വികാരം സുബ്ബയ്യ റൈയുടെ അനുയായികൾക്കും അദ്ദേഹത്തിന്റെ അനുഭാവികൾക്കും ഒക്കെ ഉണ്ട്. ഇതേ തുടർന്നാണ് DCC പ്രസിഡന്റിനെതിരെയുള്ള വികാരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും ഇപ്പോൾ KPCC നേതൃത്വത്തെ സമീപിച്ച് DCC പ്രസിഡന്റിന്റെ നടപടിയുണ്ടാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നയിക്കുകയാണെങ്കിൽ തങ്ങൾ ഉണ്ടാകില്ല എന്ന നിലയിലുള്ള കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് ഈ പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും എല്ലാം യോഗം ചേരുമെന്നാണ് ഒരു DCC ജനറൽ സെക്രട്ടറി നമ്മോട് പറഞ്ഞത്. എന്നാൽ പരസ്യ പ്രതികരണം തൽക്കാലമില്ല എന്നും വൈകുന്നേരത്തോടെ നിലപാടുകൾ അറിയിക്കാം എന്ന നിലയിലുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മനു, ശരി. സണ്ണി ജോസഫാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റ് നൽകിയതിന് എതിരെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 18 DCC അംഗങ്ങൾ KPCCക്ക് കത്തയച്ചിരിക്കുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായിരിക്കുന്നു. തനിക്ക് മത്സരിക്കാൻ അവസരം നൽകിയ KPCCയോട് നന്ദി രേഖപ്പെടുത്തുന്നതായി ആന്റണി. MP എന്ന നിലയിൽ തന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ മികവ് ജനങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്നും ആന്റണി പറഞ്ഞു. എനിക്ക് ഒരിക്കൽ കൂടി പത്തനംതിട്ട പാർലമെന്റിനെ പ്രതിനിധീകരിക്കാൻ അവസരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ഉള്ള എൻ്റെ കടപ്പാട് ഞാനിവിടെ അറിയിക്കട്ടെ. നിശ്ചയമായും കഴിഞ്ഞ 5 വർഷക്കാലത്തെ കഴിഞ്ഞ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തെ പ്രവർത്തനം വിലയിരുത്തപ്പെടുമെന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അഭിമാനിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന വിധിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥി പട്ടിക താമസിച്ചു എന്നുള്ളത് കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. LDFന്റെ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ LDF തരംഗമുണ്ടാകുമെന്നും തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C ദിവാകരൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും VS പറഞ്ഞു. UDF നേതാക്കൾ രാത്രിയുടെ മറവിൽ SDPIയുടെ പിന്തുണ തേടിപ്പോയത് രാഷ്ട്രീയ തീക്കളിയാണെന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ UDFനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
വടകരയിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജന് മണ്ഡലത്തിലെങ്ങും ആവേശകരമായ വരവേൽപ്പ്. പൊള്ളുന്ന വേനൽച്ചൂടിനെ പോലും അവഗണിച്ച നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തുന്നത്. സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക പേരാമ്പ്രയിലെ സുഭിക്ഷ ജീവനക്കാർ നൽകി. പി ജയരാജന് ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിനെ പോലും അവഗണിച്ച് പ്രിയ നേതാവിനെ സ്വീകരിക്കാനെത്തുന്ന ജനസഞ്ചയം. യുവാക്കൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, പ്രായമായവർ, അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ. വഴിയിൽ കാണാൻ കാത്തുനിൽക്കുന്നവരോട് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അരികിലെത്തുന്നവരുടെ കൈപിടിച്ച് കുശലം പറഞ്ഞ് സെൽഫി എടുക്കാൻ ചേർത്ത് നിർത്തി അവരിലൊരാളായി പി ജെ. പേരാമ്പ്ര മണ്ഡലത്തിലെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ശേഷം ചേർമല സാംബവ കോളനിയിലേക്ക് മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം. കോളനി നിവാസികളോട് ചെറുഭാഷണം. ഇന്ത്യൻ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗസംഖ്യ ഉണ്ടാവണമെങ്കിൽ വടകര പാർലമെന്റിൽ ജയിക്കണം. കഴിഞ്ഞ 2 തവണ നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ഇല്ലാത്ത ചില ഘടക കക്ഷികൾ ഇപ്പോൾ LDFന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ബഹുജന പിൻബലമുള്ള ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വടകര മണ്ഡലം LDFന് ജയിക്കാനാവും, അതും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാനാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പേരാമ്പ്ര സുഭിക്ഷയിലെ സ്ത്രീ തൊഴിലാളികൾ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയാണ് തങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ട വടകര മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് CPIMന്റെ സമുന്നതനായ നേതാവ് പി ജയരാജനെ തന്നെ LDF ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരികയാണ്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് പി ജയരാജൻ. വടകരയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ. കോഴിക്കോട് മിഠായി തെരുവിലാണ് എ പ്രദീപ് കുമാർ പ്രധാനമായും പര്യടനം നടത്തിയത്. രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യുന്ന തന്റെ സ്വന്തം കോഴിക്കോട്ടെ ജനത കൈവിടില്ലെന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് എ പ്രദീപ് കുമാർ പ്രതികരിച്ചത്. കോഴിക്കോട് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ ദേവഗിരി കോൺവെന്റ്, മെഡിക്കൽ കോളേജ്, ചേവരമ്പലം, പൊറ്റമ്മൽ എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത്. പടക്കം പൊട്ടിച്ചും ഹാരാർപ്പണം നടത്തിയുമാണ് പ്രവർത്തകരും നാട്ടുകാരും അദ്ദേഹത്തെ വരവേറ്റത്. പിന്നീട് കോഴിക്കോട് മിഠായി തെരുവിലെത്തിയ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യുന്ന തന്റെ സ്വന്തം കോഴിക്കോട്ടെ ജനത തന്നെ കൈവിടില്ലെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് എ പ്രദീപ് കുമാർ പ്രതികരിച്ചു. ഒന്ന് പ്രധാനമായിട്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ്. ഒന്ന്, രണ്ടാമത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ എതിർക്കാൻ വരുന്ന ആളുകൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത നിലയിലാവും വികസനം ചർച്ച ചെയ്താൽ, വികസനം മാത്രം ചർച്ച ചെയ്താൽ. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാരിനു വേണ്ടി ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചരണത്തിൽ ഏറ്റവും പ്രധാനം ഒന്നാമത്തെ രാഷ്ട്രീയമാണ്. അത് ഇന്ത്യയിലെ മതേതര ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരത്തിന് വർഗീയവാദികൾ കൊണ്ട് പുറന്തള്ളുക എന്നുള്ളതാണ് അതിൻ്റെ അജണ്ട. ഒരു മതേതര സർക്കാർ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അജണ്ട. അതുതന്നെയാണ് ഒന്നാമത്തത്. വരുന്ന മതേതര സർക്കാരിന് അടിയുറച്ച പിന്തുണയാണ്. അത് ആര് നയിക്കുന്ന സർക്കാരാണെങ്കിലും LDFന്റെ MP മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ രൂപം കൊള്ളുന്നൊരു മതേതര സർക്കാരിന് പിന്തുണ നൽകാൻ LDFന്റെ ഒരു MPയെയും ഒരു റിസോർട്ടിലും കൊണ്ടുപോയി സംരക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്താൽ തന്റെ സ്വന്തം ജനത, കോഴിക്കോടിന്റെ ജനത തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് എ പ്രദീപ് കുമാർ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടകുളത്തിനൊപ്പം PV ജോഷില. രാജ്യത്തിന്റെ ഭരണം കോർപ്പറേറ്റുകൾ പിടിച്ചടക്കിയെന്ന് സിനിമാ സംവിധായകയും മാധ്യമപ്രവർത്തകയുമായ വിധു വിൻസെന്റ്. ഇനി ശരിയായ പക്ഷത്ത് നിന്നാലേ ജനാധിപത്യ ഭരണം സാധ്യമാകൂ എന്നും വിധു പറഞ്ഞു. മാൻഹോൾ എന്ന സിനിമയിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച പ്രശസ്ത സംവിധായക വിധു വിൻസെന്റ്, മാധ്യമപ്രവർത്തക, നമ്മളോടൊപ്പമുണ്ട്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തക, അതിനൊപ്പം തന്നെ ചലച്ചിത്ര സംവിധായിക, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രം മുഴുവൻ
അങ്ങേയറ്റം നിശ്ചിത ബുദ്ധിയോട് കൂടിയിട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ഒരു സമയമാണിത്. കാരണം അത്രയും തീവ്രമായ രീതിയിൽ ഒരുപക്ഷെ വലതുപക്ഷ ശക്തികൾ ശക്തമായിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. രാജ്യത്തെ മുഴുവൻ ഒരുപക്ഷെ തീരെഴുതി കൊടുക്കുന്ന നിലയിൽ, ഇപ്പം ഈ കോർപ്പറേറ്റ് അധികാരികൾക്ക് തീരെഴുതി കൊടുക്കുന്ന നിലയിൽ ഒരു രാജ്യഭരണം പോലും നിലവിലില്ല. മൊത്തത്തിൽ ഒരു കോർപ്പറേറ്റ് മയമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പം നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും സ്ത്രീ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏറ്റവും തീക്ഷ്ണമായിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. പിന്നെ നമ്മൾ ഈ അടുത്ത കാലം വരെ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ നിരത്തുകളിലൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ കൂടിയിട്ട് ഞങ്ങൾ ആർത്തവമുള്ളവരാണ്, അശുദ്ധരാണ് എന്ന് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന തുല്യാവകാശത്തെ സംബന്ധിച്ചും തുല്യനീതിയെ സംബന്ധിച്ചുമുള്ള എല്ലാത്തരം വിധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രം ശക്തരായിരിക്കുന്നു ഒരുപക്ഷെ വലതുപക്ഷ ശക്തികൾ. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മമായും ഇവിടെയുള്ള ആണും പെണ്ണുമൊക്കെ നമ്മൾ എവിടെ നിൽക്കണം, നമ്മൾ ആരോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു കാര്യം ആലോചിക്കേണ്ടത്. ഇത്ര നാളും ഒരുപക്ഷെ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ചിലപ്പോഴും ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയുള്ള സമയം ഒരു പക്ഷത്തിന്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന്. കാരണം ഇതിനകത്ത് പക്ഷം ചേരലിൻ്റെ ഒരു കാലം തന്നെയാണത്. പക്ഷം ചേരൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നത് അപകടമല്ല, പ്രത്യേകിച്ച് പ്രത്യുത അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് എന്നുള്ള ഒരു അവസ്ഥ കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില അവകാശങ്ങളിലേക്കുള്ള നടന്നുകയറ്റം കൂടിയിട്ടാണ് ഈ കാലത്ത് നമ്മൾ കരഗതമാക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പക്ഷങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കോർപ്പറേറ്റ് ഭരണം, സ്ത്രീ തുല്യത, അതുപോലെ തന്നെ തന്റെ പക്ഷം ഏത് എന്നുകൂടി വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിധു വിൻസെന്റ് നമ്മളോട് സംസാരിച്ചത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കെ എം മാണിക്കും ജോസ് കെ മാണിക്കും കീഴടങ്ങി വീണ്ടും പി ജെ ജോസഫ് MLA. അപമാനിച്ചവരുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ജോസഫ് പറഞ്ഞു. പാർട്ടിയിൽ ഇരട്ട നീതിയാണെന്നും ജോസഫ് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിലെ ഏകാധിപത്യത്തിനെതിരെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് പൊട്ടിത്തെറിച്ചു. എന്നെ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ പ്രാദേശികവാദം ഉന്നയിച്ചതാണ്. അത് ഈ പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾക്കെതിരാണ്. പാർട്ടിയിൽ തനിക്കും ജോസ് കെ മാണിക്കും രണ്ട് നീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചപ്പോൾ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി കൂടിയാണ് ആ നിശ്ചയം എടുത്തത്. അതുപോലെ തന്നെ അത് മാണി സാറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു, നടപ്പാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. ജോസ് കെ മാണിയെ തിരഞ്ഞെടുത്ത ആ രീതിയാണെങ്കിൽ പാർലമെന്ററി പാർട്ടി കൊണ്ട് മറ്റൊന്നിനോട് ചർച്ചയില്ല, തീരേണ്ടതാണ്. പക്ഷേ അതിന് പകരം മറ്റെന്തോ നീക്കങ്ങൾ നടത്തി. കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട തനിക്ക് ഇടുക്കിയിൽ കൈപ്പത്തിയിൽ മത്സരിക്കണം എന്നാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നിർദ്ദേശിച്ചതെന്നും ജോസഫ് പറഞ്ഞു. കോൺഗ്രസുകാരല്ലാത്ത എന്നെ മത്സരിപ്പിക്കാം, ഒറ്റ കണ്ടീഷൻ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം. ഞങ്ങൾക്ക് സ്വീകാര്യമായില്ല. പാർട്ടിയിലെ അട്ടിമറി അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ദില്ലിയിലുള്ള UDF നേതാക്കൾ തിരിച്ചെത്തിയാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ജോസഫ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊല്ലത്ത് വനിതാ പാർലമെന്റ് ചേർന്നു. തൊഴിലിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഒറ്റയ്ക്കും കൂട്ടമായും കൊല്ലം QAC ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം: തുല്യതയ്ക്കായി പൊരുതുക, അതിന് ശക്തി പകരുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേരുക. നന്മയ്ക്ക് ഒരു വോട്ട്, അതാണ് തന്റെ അപേക്ഷയെന്ന് KN ബാലഗോപാൽ അഭ്യർത്ഥിച്ചപ്പോൾ കരഘോഷം മുഴങ്ങി. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയം സുനിശ്ചിതമാക്കുമെന്ന് പ്രഖ്യാപിച്ചു ചേർന്ന ഇരവിപുരം മണ്ഡലം വനിതാ പാർലമെന്റ് അക്ഷരാർത്ഥത്തിൽ മഹാവിജയത്തിന്റെ സൂചനയായി. വിനയാന്യൂതനായി കടന്നുവന്ന സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെ സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ വരവേറ്റു. രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കാൻ സ്ത്രീ സമൂഹം ഒന്നടങ്കം രംഗത്ത് വരണമെന്ന അഭ്യർത്ഥനയോടെ അദ്ദേഹത്തിന്റെ ചെറുപ്രസംഗം. നന്മയുടെ രാഷ്ട്രീയമായ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ നിലയ്ക്കാത്ത കയ്യടി. ഞാനും നിങ്ങളുമെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആശയം ഈ പറഞ്ഞ നന്മയുടെ രാഷ്ട്രീയമാണ്. അതിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. സംവിധായക വിധു വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി VS ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി
സതീഷ് ചന്ദ്രന് ജന്മനാട്ടിൽ സ്നേഹനിർഭരമായ സ്വീകരണം. LDF വിരുദ്ധ ചേരിയിലുള്ളവർ പോലും സതീഷ് ചന്ദ്രന് പിന്തുണയും അനുഭാവവും പ്രകടിപ്പിച്ചു. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം പട്ടേന സ്വദേശിയാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. വോട്ടഭ്യർത്ഥനയുമായി എത്തിയ സതീഷ് ചന്ദ്രനെ ജന്മനാട് സ്നേഹാദരങ്ങളോടെ വരവേറ്റു. ഗുരുനാഥന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, പൊതുരംഗത്തെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവരെ സന്ദർശിച്ച് KP സതീഷ് ചന്ദ്രൻ പിന്തുണ അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും KP സതീഷ് ചന്ദ്രന് തന്റെ അനുഗ്രഹവും പിന്തുണയുമുണ്ടെന്ന് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കോൺഗ്രസ് നേതാവുമായ KR കണ്ണൻ പറഞ്ഞു. സതീഷ് ചന്ദ്രന് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. സതീഷ് ചന്ദ്രനായിട്ട് ഞാൻ പണ്ടേ വളരെ സ്നേഹത്തിലാണ്. വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതിരിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണന്റെ വീട്ടിലെത്തിയ KP സതീഷ് ചന്ദ്രനെ അദ്ദേഹം അനുഗ്രഹിക്കുകയും വിജയാശംസകൾ അറിയിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പരേതനായ NK കുട്ടന്റെ കുടുംബാംഗങ്ങളെ KP സതീഷ് ചന്ദ്രൻ സന്ദർശിച്ചു. തുടർന്ന് മുൻ കോൺഗ്രസ് നേതാവും കലാകാരനും നടനുമായ EV ചന്തുവിനെ സന്ദർശിച്ച സതീഷ് ചന്ദ്രന് അദ്ദേഹം വിജയഭാവുകങ്ങൾ അറിയിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു നല്ല വ്യക്തിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സ് തുറന്ന് സമ്മതിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മാത്രം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സേവനം ചെയ്യുന്ന എന്റെ അറിവിൽപ്പെട്ട 2-3 ആളുകൾ ഒന്ന് സതീഷ് ചന്ദ്രനാണ്. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട്ട് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കൺവീനർ TV രാജേഷ് MLA, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം മലയൻകീഴിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവിന്റെ പ്രതിമ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പാർട്ടിയിൽ അമർഷം പുകയുന്നു. തലസ്ഥാനത്തെ മുതിർന്ന നേതാവ് VK മണികണ്ഠൻ നായരുടെ പ്രതിമയെ ചൊല്ലിയാണ് AI ഗ്രൂപ്പുകൾ പോരടിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിനെതിരെ പരാതിയുമായി മണികണ്ഠൻ നായരുടെ ഭാര്യയും യൂത്ത് കോൺഗ്രസും KPCCയെ സമീപിച്ചു. KPCC അംഗവും മലയൻകീഴ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ VK മണികണ്ഠൻ നായരുടെ സ്മരണയ്ക്കായി പണിതുകൊണ്ടിരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പുറകിലെ കാട് പിടിച്ച സ്ഥലത്ത് നിന്നാണ് പ്രതിമ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് മലയൻകീഴ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമ രാഷ്ട്രീയ സ്തൂപങ്ങൾ ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചതിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ പ്രതിമയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നത് സംഭവങ്ങളുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സ്മാരക നിർമ്മാണത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വേണുഗോപാലിനെ ഒഴിവാക്കണമെന്ന് ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് പ്രതിമ തകർക്കപ്പെട്ടത്. ഇതോടെയാണ് DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിനെതിരെ VK മണികണ്ഠൻ നായരുടെ ഭാര്യ കൃഷ്ണമ്മ KPCCക്ക് പരാതി നൽകിയത്. ഇതിനു പിന്നാലെ ഗ്രൂപ്പ് ഭേദമന്യേ മലയൻകീഴിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ KPCCക്കും മറ്റ് മുതിർന്ന നേതാക്കൾക്കും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മലയൻകീഴ് മണ്ഡലം കമ്മിറ്റി ജംഗ്ഷനിൽ സ്ഥാപിച്ച ഫ്ലക്സ് എതിർ ഗ്രൂപ്പുകാർ എടുത്തുമാറ്റി. പ്രതിമ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും KPCC ഇതുവരെ നടപടിയൊന്നും സ്വീകരിക്കാത്തത് പ്രവർത്തകരിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടിയെടുത്ത തീരുമാനം KV തോമസിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി UDF കൺവീനർ ബെന്നി ബെഹനാൻ. എറണാകുളത്തെ സ്ഥാനാർത്ഥി മാറ്റം വിജയത്തെ ബാധിക്കില്ല. സിറ്റിംഗ് MPമാരെ മാറ്റുന്നത് പുതുമയല്ല. UDFന് നഷ്ടപ്പെട്ട ചാലക്കുടി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ തനിക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ജനാധിപത്യ മുന്നണിയുടെയും ഒരു ശക്തി ദുർഗമായിരുന്നു ചാലക്കുടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യമായ സാഹചര്യത്തിൽ ചാലക്കുടി നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ചാലക്കുടിയെ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ ദൗത്യം. KV തോമസ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ളതാണ്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ വിവേകം ബഹുമാനായ എൻ്റെ സ്നേഹിതൻ ശ്രീ KV തോമസിനുണ്ട് എന്നെനിക്കറിയാം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കും. 3.5 കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് കാട്ടി UNA-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുകേഷാണ് പരാതി നൽകിയത്. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായ്ക്കെതിരെ ഉൾപ്പെടെയാണ് ആരോപണം. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെ 2 മുസ്ലിം പള്ളികൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളി യുവതിയും തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അൻസിയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതേസമയം ആക്രമണത്തിൽ നിന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ സമൻ എന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സുഹൃത്തിനോടൊപ്പം പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ സമനും സുഹൃത്തും സാഹസികമായാണ് രക്ഷപ്പെട്ടത്.
തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയും തിരുവള്ളൂർ പൊന്നാത്ത് അബ്ദുൽ നാസറിന്റെ ഭാര്യയുമായ അൻസിയയാണ് പള്ളിയിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അൻസിയെ കാണാതായി എന്നായിരുന്നു ആദ്യം ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ആക്രമണ സമയത്ത് അൻസിയോടൊപ്പം പള്ളിയിലുണ്ടായിരുന്ന ഭർത്താവ് നാസർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ ലിൻകോൺ യൂണിവേഴ്സിറ്റിയിൽ എംടെക് വിദ്യാർത്ഥിനിയാണ് അൻസി. ഭർത്താവ് നാസർ ന്യൂസിലാൻഡിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. 1 വർഷം മുൻപാണ് നാസറും അൻസിയും ന്യൂസിലാൻഡിലേക്ക് പോയത്. ഭീകരാക്രമണം നടന്ന ക്രൈസ്റ്റ് ചർച്ചിന്റെ പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 6 മണിയോടെയാണ് നാസർ നാട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഭീകരാക്രമണ സമയത്ത് പള്ളിയിൽ അൻസിയ ഉണ്ടായിരുന്നതായും കാലിന് പരിക്കേറ്റ അൻസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. പിന്നീട് മരണം സ്ഥിരീകരിച്ചുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് ലഭിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ TKS പുരം കരിപ്പാക്കുളത്ത് പരേതനായ അലിബാവിയുടെ മകളാണ് അൻസി. 2 വർഷം മുൻപാണ് അൻസിയും നാസറും തമ്മിൽ വിവാഹിതരായത്. അതേസമയം ആക്രമണത്തിൽ നിന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ സമൻ എന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സുഹൃത്തിനൊപ്പം പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ സമനും സുഹൃത്തും സാഹസികമായാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ സംഭവം നടന്നതിന്റെ അടുത്ത സ്ഥലത്ത് വന്നതാണ്. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു അവിടെ. 1:30 മണിക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ വരും, ഞാനും എൻ്റെ സുഹൃത്തും കൂടി പള്ളിയിൽ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ പള്ളിയുടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിന് ഉള്ളിലേക്ക് കയറിപ്പോയി. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചിട്ട് ഞാൻ ഫോണിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വെടി പൊട്ടുന്ന, ഏകദേശം പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരാൾ തോക്കുമായിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് വെടിവെച്ച് കയറി പോവുകയാണ്. 1-2 പേരും മരിച്ചു വീണ് ഞാൻ അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചു. അതിനുശേഷം പിന്നീട് വെളിയിലേക്ക് ആൾ വന്ന് വെടിവെക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് രക്ഷപ്പെട്ടോന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അവൻ ഒരു മതിലിയാടി ഒരു വീട്ടിൽ ഒളിച്ചു, പിന്നെ രക്ഷപ്പെട്ടു. ന്യൂസിലാൻഡ് ആക്രമണത്തിൽ പരിക്കേറ്റ പലരുടെ നിലയും ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.